വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കാൻ പ്രേക്ഷകർക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാം. സുതാര്യമായൊരു ചർച്ചയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് അഭിപ്രായം വേണമെങ്കിലും രേഖപ്പെടുത്താൻ ഇപ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. രഞ്ജിത്ത് എറണാകുളത്ത് നിന്നും ഹരിദാസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമസ്തേ ഹരിദാസ്, കേരളത്തിന്റെ ഈ ഒരു അവസ്ഥ താങ്കൾ കാണുന്നുണ്ടല്ലോ, എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എന്താണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ താങ്കൾക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്? എയ്ഡഡ് സ്കൂളുകൾ നിയമനം പൊതുവെ എന്ന് വെച്ചാൽ മുഴുവൻ നിയമനങ്ങളും PSC വഴിയാക്കണം. കാരണം പൈസ മാനേജ്മെന്റുകൾക്ക് ഉണ്ടാക്കാവുന്ന ഒരു ശൃംഖലയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എയ്ഡഡ് നിയമനങ്ങൾ. അത് നട്ടലുള്ള ഗവൺമെന്റ് വന്നെങ്കിൽ മാത്രമേ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞ കാര്യമില്ല. ഇപ്പോഴും നടക്കുന്നത് അഴിമതിയുടെ അങ്ങേറ്റം അഴിമതിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയുള്ള നിയമനങ്ങളൊക്കെ മാറ്റേണ്ട സമയങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞു. ഇനി യുവാക്കൾ പൈസ ഉള്ളവൻ അധ്യാപകരായ മതി എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പൈസ ഇല്ലാത്തവരുടെ ഗതികേടാണ് അവിടെ കാണുന്നത്. പൈസ ഉള്ള ഒരാൾക്കൂട്ടത്തെ ഏതെങ്കിലും ഒരു എയ്ഡഡ് അധ്യാപകരോ എയ്ഡഡ് സ്കൂളുകൾ ആരെങ്കിലും അവിടെ പങ്കെടുക്കാൻ വരണ്ട. അവർക്ക് പൈസ ഉണ്ടെങ്കിൽ അവർക്ക് പുറപ്പാട് ജോലി ഉണ്ടാവും. പൈസ ഇല്ലാത്തവരുടെ ഗതികേടാണ് അവിടെ കണ്ടു നിൽക്കുന്നത്. അത് മനസ്സിലാക്കി വെച്ചാൽ മതി സർക്കാർ. തീർച്ചയായും. അങ്ങ് PSC പഠിച്ച പേരും വയസ്സും അല്ലെങ്കിൽ PSC പഠിക്കുന്ന ആളാണോ? അതുകൂടി ഒന്ന് വ്യക്തമാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അതൊന്നും വെളിപ്പെടുത്താനും ഓക്കെ. നന്ദി ശ്രീ ഹരിദാസ്.